വെൽക്കം ബാക്ക് ടു ലാവൻഡർ ഗേൾ. ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എൻ്റെ കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ മുന്നത്തെ വ്ളോഗൊക്കെ കണ്ടവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വീട് കാഴ്ച ചടങ്ങാണ് കേട്ടോ. വീട് കാഴ്ച ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് വീട് കാണാൻ വേണ്ടി പോകുന്ന ചടങ്ങ്. ആ പേരിലുണ്ടല്ലോ, അത് തന്നെയാണ് ചടങ്ങ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും എൻ്റെ ചെക്കൻ്റെ വീട് കാണാൻ പോയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പോവാത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുമായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ റിലേറ്റീവ്സ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും എല്ലാവരും പോകുന്നില്ലേ, ഇപ്പോൾ നിനക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ എനിക്കങ്ങനെ പോകണമെന്ന് പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ വീട് കണ്ടിട്ട് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പം എന്തിനാണ് പോകുന്നതിനായി. പിന്നെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ആ ഒരു ടൈമിൽ കല്യാണം കഴിച്ച് കയറി ചെല്ലാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ആദ്യം എന്തൊക്കെയോ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. ഈ ചടങ്ങുകളെ പറ്റിയിട്ട് എനിക്കൊരു ധാരണയില്ല കേട്ടോ. രണ്ട് വീട്ടിലുള്ള കാരണവന്മാരെല്ലാവരും കൂടി ഇരുന്നിട്ട് എന്തൊക്കെയോ ചടങ്ങാണ്. അപ്പോൾ എന്തായാലും ആദ്യം ചെന്നപ്പോൾ തന്നെ അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എനിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്ത് അയച്ചു തന്ന കേട്ടോ. ഞാൻ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിരുന്നു വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് എനിക്ക് എടുത്ത് അയച്ചു തന്നാണ്. അതിനുശേഷം അതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ വീടിൻ്റെയും പരിസരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാം. പക്ഷേ എനിക്ക് കാണണമെന്നില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ കണ്ടാൽ മതി. അതുകൊണ്ടാണ് എന്തായാലും ഈ ചടങ്ങിൻ്റെ ഒരു പ്രധാന കാര്യമാണ് ഫുഡ് അടി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ഗിഫ്റ്റ് ഏട്ടൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് എനിക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അതെന്താണെന്നുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് ഏട്ടൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു കവർ കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അവിടുത്തെ ഫുഡാണ്. എനിക്ക് വേണ്ടി പാഴ്സൽ കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇനി ഇറങ്ങുന്ന ഇതാണ്, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് അവിടുത്തെ എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളതാണ് ഇറങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി. അതാണ് ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അമ്മയും പിന്നെ എൻ്റെ നാത്തൂനും എല്ലാവരും അവിടെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ആരൊക്കെയാണെന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും അവിടുത്തെ എല്ലാ റിലേറ്റീവ്സും എൻ്റെയും എല്ലാ റിലേറ്റീവ്സും ഈ ഒരു ഫംഗ്ഷന് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നോടും ബാക്കിയുള്ള എല്ലാവരോടും ചാറ്റ പറഞ്ഞ് എല്ലാവരും ഇറങ്ങുകയാണ്. ഇതേ അവിടെ ബ്ലാക്ക് ഫ്രോക്ക് ഇട്ട് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ നാത്തൂൻ. എല്ലാവരും അവിടെ ബ്ലാക്ക് ആയിരുന്നു. അതായത് ഇവർ 4 പേരും ബ്ലാക്ക് ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്, ഡ്രസ് കോഡ് പോലെ. ഞങ്ങൾ അങ്ങനെ ഡ്രസ് കോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി എൻഗേജ്മെൻറ്റ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിക്കുന്നു. റേമോളോട് കമ്പനി ആവാൻ വേണ്ടി പഠിച്ച പണി 18 സാരം കേട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. മോൾക്ക് നല്ല പരിചയക്കേടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആരുടെടുത്തും അല്ലാതെ ഒന്നും അടുക്കില്ല കേട്ടോ. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ആ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ. ഇതിലെന്താണെന്ന് ഏകദേശ ധാരണ എനിക്കുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഇവർ പോയിട്ടുണ്ടായിരുന്നത് ദീപാവലി ദിവസത്തിൻ്റെ തലേന്നായിരുന്നു കേട്ടോ. ആ ഒരു സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഊഹിച്ചു സ്വീറ്റ്സ് ആയിരിക്കുന്നു. അതേപോലെ തന്നെ സ്വീറ്റ്സ് തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.